തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിൽ ക്രൂര കൊലപാതകത്തിൽ ദുരൂഹതകളേറെ. മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലെത്തി പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്തി. അഫാൻ ഉമ്മ ഷെറിയോട് പണം ആവശ്യപ്പെട്ടിട്ട് നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം. പണം ഉപയോഗിച്ചത് ലഹരി ഉപയോഗത്തിന് വേണ്ടിയാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അഫാന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കും. പോലീസ് ഇന്ന് അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയേക്കും. പ്രതി ഉമ്മ ഷെറി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായിട്ട് പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ 6 മണി വരെ നടത്തിയ 5 കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം പ്രതി തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിരിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയെന്ന്. അതിൽ പോലീസിന് പോലും ആ മൊഴി വിശ്വസിക്കാൻ കഴിയുന്നില്ല. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ അരിമ്പലയിൽ ഞെട്ടൽ മാറാതെയാണ് കേരളം ഇന്നും ഈ കൊലപാതകം നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് വന്നൊരു കൊലപാതക വാർത്ത. ആദ്യം ഒരു യുവാവ് ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി താൻ 6 പേരെ കൊന്നു എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഈ വാർത്തകൾ പുറത്തു വരുന്നത്. പിന്നീട് ആദ്യഘട്ടത്തിൽ ആ പ്രതിയുടെ വെളിപ്പെടുത്തൽ പോലീസ് വിശ്വസിക്കുന്നില്ല. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയൊരു കൊലപാതക പരമ്പര തന്നെ ഈ പ്രതി നടത്തിയതും ഏറ്റവും അടുത്ത ബന്ധുക്കളെ തന്നെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പോലീസ് എത്തുമ്പോഴായിരുന്നു ഈ പ്രതിയുടെ ബന്ധുക്കൾ പോലും ഇത്തരമൊരു സംഭവത്തെ പറ്റി മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത്. എന്തായാലും പ്രതി അഫ്സാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഫ്സാൻ, അച്ഛന്റെ അമ്മയായിട്ടുള്ള സൽമാ ബീബി, അച്ഛന്റെ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ, അഫ്നാന്റെ സുഹൃത്ത് ഫസാന എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാക്കും. ചികിത്സയിലുള്ള അഫ്സാന്റെ ഉമ്മ ഷെറിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി തന്നെ അഫ്സാന്റെ മൊഴി വൈകി മെഡിക്കൽ കോളേജിലെത്തി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. വിഷം കഴിച്ച് ചികിത്സയിലുള്ള ആളാണ് പ്രതി. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോയത്. ഇന്ന് പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യം കണക്കെടുത്തിട്ട് നടപടികളുമായി അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് കൂട്ടക്കൊല എന്നാണ് അഫ്സാൻ പോലീസിന് നൽകിയിട്ടുള്ള പ്രാഥമികമായ മൊഴി. ഇത് സംബന്ധിച്ച് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണവും ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിവിധ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഇയാൾ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഈ ഉപ്പായുടെ ബിസിനസ് തകർന്നതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് എന്നുള്ളത് വിദേശത്തായിരുന്ന അയാളുടെ വാപ്പ നാട്ടിൽ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ബന്ധുക്കളോടുമൊക്കെ പലതവണ സാമ്പത്തിക സഹായം തേടിയിരുന്നു ഈ അഫ്സാന്റെ വാപ്പയും. അതുപോലെ അതിനുശേഷം അഫ്സാനുമൊക്കെ ഈ രീതിയിൽ പണം പലപ്പോഴായി ബന്ധുക്കളോടൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ ഇത് നൽകാത്തതിനുള്ള വൈരാഗ്യം മൂലമാണ് പ്രതി കൊല നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഈ ഘട്ടത്തിൽ പോലീസ് കരുതുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ പണം തരാത്തതിനുള്ള പക അത് വൈരാഗ്യം അത് കൊലയായി മാറി ഒരു കൊലപാതക പരമ്പരയിലേക്ക് തന്നെ നീങ്ങി എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ കരുതി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രതിക്ക് ഇത്തരമൊരു കൊലപാതകം നടത്താൻ ഏതെങ്കിലും തരത്തിൽ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണമായിട്ടുണ്ടോ, മറ്റ് ഇന്റർനെറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഈ കൊലപാതകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരമൊരു കൊലപാതകം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന എല്ലാത്തരം സംശയങ്ങളും പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്ന ഒരു നീക്കം എന്ന് പറയുന്നത്. അത് പ്രാഥമികമായി അഫ്സാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ വരും മണിക്കൂറുകളിൽ കൂടുതൽ പരിശോധനകൾക്കൊടുവിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതും പോലീസ് കൃത്യമായി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോവുക എന്നുള്ളതാണ്. കൂടുതൽ പരിശോധനകൾ വേണം എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് അഫ്സാന്റെ മൊഴിയെടുക്കാനുള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പറയുന്ന മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ അഫ്സാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്താനാണ് സാധ്യതയുള്ളത്. അഞ്ജന, പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമെന്നാണ്. എന്നാൽ നാട്ടുകാരിൽ നിന്ന് വല്ലതും ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഈ
നാട്ടുകാരുടെ അഭിപ്രായങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് മാത്രം പൂർണ്ണമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് ഈ പറയുന്ന അഫാന്റെ വാപ്പയടക്കമുള്ള ആളുകളുടെ മൊഴിയിൽ നിന്ന് മാത്രമേ അത് പൂർണ്ണമായും വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. പക്ഷേ അത് പോലീസ് പരിശോധനയും അതിനൊപ്പം നടക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ പ്രാഥമികമായി നാട്ടുകാർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായി തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അറിയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നാട്ടുകാരിൽ ചിലർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് പ്രത്യേകിച്ചൊരു സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായി തങ്ങൾക്ക് അറിയില്ല, സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ് എന്നൊക്കെയാണ്. അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളിൽ കൂടുതൽ ഈ കുടുംബവും അഫാനും നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും. എന്തായാലും അഫാൻ കുറച്ചുനാൾ വിദേശത്തായിരുന്നു, അവിടെ ഒരു ബിസിനസ് ഒക്കെ ആരംഭിച്ചിരുന്നു. പക്ഷെ അത് പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളത് വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷേ അതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു കൊലപാതക പരമ്പരയിലേക്ക് അഫാനെ നയിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ച് കൊല്ലപ്പെട്ടവരെല്ലാം അടുത്ത ബന്ധുക്കളാണ്, അതോടൊപ്പം അഫാന്റെ സുഹൃത്തുമൊക്കെയാണ്. അപ്പോൾ അത്തരമൊരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കി താനും ജീവൻ ഒടുക്കുന്നു ആ ഒരു രീതിയിലേക്ക് പോകാൻ മാത്രമുള്ള സാമ്പത്തിക വിഷയങ്ങൾ ഈ കുടുംബത്തിനുണ്ടോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രാഥമികമായി ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പോലീസും സമ്മതിക്കുന്നു, അല്ലെങ്കിൽ പോലീസും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ വ്യക്തത നൽകേണ്ടത് ഈ വരുന്ന അന്വേഷണത്തിലാണ്. ഈ അന്വേഷണത്തിനൊടുവിൽ അത്തരം കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്.